പണ്ട് കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് മുതൽ ക്രിക്കറ്റാണ്, വേറൊന്ന് നാട്ടിൽ ക്രിക്കറ്റാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഫുട്ബോൾ ഭയങ്കര കുറവാണ്. ക്രിക്കറ്റ് ഒരു ബാറ്റ് ബോള് ഇതെടുത്തങ്ങ് ഇറങ്ങും. എന്റെ ചേട്ടനുണ്ട്, ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. എവിടെയും പോയി കുറ്റി അടിക്കുക, കളിക്കുക. അതായത് അവധി 2 മാസം അവധി എന്ന് ഞാൻ രാവിലെ 8 മണിയാകുമ്പോൾ ഫുഡ് കഴിച്ചിറങ്ങും. നേരെ 1 മണി വരെ ഉണ്ട്. 1 മണിക്ക് വീട്ടിൽ ഇരുന്ന് 1 തൊട്ട് 2 മണി വരെ ഫുഡ് കഴിക്കാനുള്ള സമയം വീണ്ടും 2 മണിക്ക്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് കളിക്കുക. അത് ക്രിക്കറ്റ് അങ്ങനെ ഒരു ക്രിക്കറ്റിനോട് ആദ്യം പ്രണയം തോന്നിയത് സച്ചിനെയും ഗാംഗുലിയും ദ്രാവിഡിനെയും കണ്ടു വളർന്നല്ലേ. പുള്ളി പറഞ്ഞ പോലെ എന്റെ നാട്ടിലും ക്രിക്കറ്റ് ആയിരുന്നു. ഞാനൊരു 90 കിഡാണ്, 91 ബോണാണ്. അപ്പോൾ നമ്മൾ വളർന്നു വന്ന ആ ഒരു കാലഘട്ടത്ത് എന്താ പറയുക, ഒരു 2010 to 2010 ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മളും ഇങ്ങനെയായിരുന്നു. അതായത് 2 മാസം സ്കൂൾ പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങും, രാവിലത്തെ ഭക്ഷണം കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഇറങ്ങും, ഉച്ചവരെ കളിക്കും. പിന്നെ ഉച്ചയ്ക്ക് 1 മണിയാവുന്ന സമയത്ത് വീട്ടിലോട്ട് വരും, ഊണ് കഴിക്കും. പിന്നെയും 1-1:30 ആകുമ്പോഴേക്കും പിന്നെയും തിരിച്ചു പോകും. പിന്നെ വൈകുന്നേരം നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് അങ്ങനെ സന്ധ്യ നേരത്ത് വിളക്ക് വയ്ക്കുക, അല്ലെങ്കിൽ അമ്പലത്തിൽ പാട്ട് വയ്ക്കുന്നതിന് മുമ്പ് വീട്ടിൽ വരണം എന്നൊക്കെയുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഒരു 6 മണി വരെ അല്ലെങ്കിൽ 6-6:30 വരെ ആവും, കളിക്കും, പിന്നെയും തിരിച്ചു. പിന്നെ അതൊന്നും ഫോണൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്നോ അല്ലെങ്കിൽ അച്ഛൻ വിളിക്കുന്നോ വേറെ ആരെങ്കിലും വിളിക്കുന്നോ അങ്ങനൊന്നുമില്ല. അങ്ങനെ നിന്നൊരു കാലഘട്ടം. പുള്ളി പറയുന്ന മാതിരി സച്ചിൻ, ഗാംഗുലി, ദ്രാവിഡ് ആ ട്രയോ കണ്ട് വളർന്ന ആ ഒരു സ്ഥിതി ആയതുകൊണ്ട്, ആ ഒരു ജനറേഷൻ ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഞാൻ പഴയ നൊസ്റ്റാൾജിയയിലോട്ട് കയറിപ്പോയി. നിങ്ങളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? മിനി മിലീഷിയും അങ്ങനത്തെ ഉള്ള 2K കിഡ്സിനും കമൻറ്റ് ചെയ്യുക, അല്ല 90കളിൽ ഉണ്ടായിരുന്നവർക്കും കമൻറ്റ് ചെയ്യുക, അതിന് മുമ്പുള്ള 80കൾക്കും അല്ലെങ്കിൽ ഒരുപാട് പ്രായവർക്കൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണെന്നുള്ളത് പറയുക.